ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് പൈപ്പ് ലൈനോട് ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ കമാൺ. ഞാൻ ഇന്ന് എടുക്കുന്ന പൈപ്പ് ക്ലീനറിൻ്റെ കളർ എന്ന് വെച്ചാൽ ബ്ലൂ പോലത്തെ ഒരു ടീൽ പോലത്തെ ബ്ലൂ പോലത്തെ ഒരു കളറാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നമുക്ക് 2 പൈപ്പ് ക്ലീനേഴ്സാണ് വേണ്ടത്. ചുരുണ്ടുകൂടി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ രൂപത്തിൽ ഇരിക്കുന്നത്. ഫസ്റ്റ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അങ്ങനെ കാണിച്ചത് 1 അല്ല 2 വേണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 2 ഇങ്ങനെ ക്രോസിൽ വെച്ച് കൊടുക്കണം. ഫസ്റ്റ് തന്നെ നേരെയാക്കാൻ നോക്കുകയാണ് ഈ കാണിക്കുന്ന കോപ്പറ. ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ സമയം നമുക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നാണ് വോയിസ് ഓവർ ചെയ്തിടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഒറ്റ ഇതേപോലെ ഇപ്പോൾ കാണിക്കുന്ന പോലെ കുറച്ച് ഭാഗം വെളിയിലിട്ടുകൊണ്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. മറ്റേത് അതേപോലെ ഞാനൊന്ന് വെച്ചു. 2 വേറെ ഷേപ്പിലും നിങ്ങൾക്ക് എടുക്കണം ഗൈസ്. അപ്പം ഇതേപോലെ കൊമ്പാണ് നമ്മൾ അറ്റത്തേന്ന് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കൊമ്പ് പോലെ ഇങ്ങനെ വെച്ചും കൊടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ എന്നിട്ട് കുറച്ച് ട്വിസ്റ്റ് ചെയ്യണം, കുറച്ച് സ്ഥലം വിട്ടിട്ടും ട്വിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ അറ്റം നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഹോളുണ്ട്, ഞാൻ അത് ചുരുട്ട് ഇങ്ങനെ ഇതായി പോവും. അത് ഇടയ്ക്കുള്ളത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്നിങ്ങനെ അറ്റത്തിങ്ങനെ കൂപ്പിച്ചാൽ മതി. കുറച്ച് വലുതായിട്ട് എടുക്കണം ഇത്. അത് ഇങ്ങനൊരു വര പോലെ ഇരിക്കുന്ന സാധനം കുറച്ച് അകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ കറക്റ്റാവും, നല്ല രസമുണ്ടാവും. അപ്പോൾ ഗൈസ് ഈ ഒരു സംഭവം ഒന്ന് കുറച്ച് വരച്ചാൽ ആ ഒരു ഭാഗം സെറ്റാവും. ഇപ്പോൾ കണ്ണ് ചിമ്മെന്ന് തോന്നിയാൽ കണ്ണ് ചിമ്മുമല്ല, ഫിൽറ്റർ ഇട്ടാണ് ഗൈസ്. അപ്പം ഇനി നമ്മൾ ഇതേപോലെ മറ്റേ ഫസ്റ്റ് എടുത്തതിൻ്റെ അറ്റവും സെക്കൻഡ് എടുത്തതിൻ്റെ അറ്റവും കൂടെ ഒന്ന് കൂട്ടി ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ സൈഡിൽ. അപ്പോൾ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരേപോലെ ആക്കാനുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഇടയ്ക്കൊരു ഈ ഒരു ബീഡും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഒരു പേളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള പേളാണ് ഗൈസ് എനിക്ക് ഒട്ടിച്ചു കൊടുത്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതോടെ സിസ്റ്റർ അക്ഷര ഉമേഷ് സൈനിങ് ഓഫ്.